അയല പൊരിച്ചതുണ്ട്, കരിമീൻ വറുത്തതുണ്ട്, ബാക്കി എന്തൊക്കെയുണ്ട് എന്നുള്ളത് ചോദിച്ചറിയണം. അല്ല, RJ ചൈതു എന്താ റേഡിയോ മിർച്ചിയുടെ സ്റ്റുഡിയോ വിട്ട് പുറത്ത് എന്നല്ലേ? കുറച്ച് നാട്ടുരുചികളൊക്കെ തേടി ഒരു യാത്ര അങ്ങോട്ട് തുടങ്ങാം എന്ന് ഞാൻ അങ്ങോട്ട് വിചാരിച്ചു. പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ആ മുല്ലപ്പന്തൽ കണ്ടില്ലേ? യെസ്, ആ പേര് പോലെ തന്നെ ആ പേര് കിട്ടിയിട്ടുള്ള മുല്ലപ്പന്തൽ ഷാപ്പിന്റെ മുമ്പിലാണ് നിൽക്കുന്നത്. ഷാപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും എന്ത് പറഞ്ഞാലും കുപ്പി, ഏത് പറഞ്ഞാലും കുപ്പി എന്നൊക്കെ ആയിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത്. പക്ഷെ ഞാൻ കുപ്പി തേടിയല്ല വന്നത് ഗൈസ്. ഞാൻ ഇവിടുത്തെ ഫുഡിന്റെ ടേസ്റ്റ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് മെയിൻലി വന്നിട്ടുള്ളത്. നമുക്ക് നേരെ അകത്തേക്ക് പോകാം. എന്നെ ഫോളോ മീ. നമുക്ക് മുല്ലപ്പന്തലിന്റെ കിച്ചണിൽ എന്താണ് സംഭവിക്കുന്നത്, ഇവിടുത്തെ സംഭവ ബഹുലമായിട്ടുള്ള സ്റ്റോറീസ് എന്താണെന്നുള്ളത് കണ്ടറിയാം. ചേച്ചിയുടെ പേരെന്താ? എന്തോ? അജിത. അജിത, ഓക്കെ. അജിത ചേച്ചി തേങ്ങ ചിരണ്ടുന്നുണ്ട്. സവാള ചേച്ചിയുടെ പേര്? സാവിത്രി. സാവിത്രി. മുല്ലപ്പന്തലിന്റെ ജീവൻ ഇരിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഹാർട്ട് എന്ന് പറയുന്നത് ആക്ച്വലി ഇതാ നമ്മൾ ഈ കാണുന്ന ഈ അടുക്കള തന്നെയാണ്. വിശാലമായിട്ടുള്ള അടുക്കള. നമുക്കിവിടെ ഒരുപാട് ചേച്ചിമാരെ കാണാം. അതോടൊപ്പം തന്നെ ഞാൻ ഇവിടെ കയറി വന്നപ്പോഴത്തേക്കും ഏറ്റവും ആദ്യം ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ ഈ വിറകടുപ്പുകളിലാണ് ഓരോ ഫുഡും റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. എത്ര ഇതാണെങ്കിലും അടുപ്പിൽ തന്നെയാണ് നിങ്ങൾ ചെയ്യാറുള്ളത്? അതെ അതെ, അടുപ്പിൽ തന്നെയാണ് ഞങ്ങൾ എല്ലാം പാകം ചെയ്യുന്നത്. അടുപ്പിൽ വെക്കണതിന്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ്. ഏത് ഹോട്ടലിൽ പോയാലും കിട്ടാത്ത ഒരു ടേസ്റ്റാണ് നമുക്കിവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇതാണ് രാധാമ്മ. ഈ രാധാമ്മയാണ് മുല്ലപ്പന്തലിന്റെ ചീഫ് കുക്ക് അല്ലെ? എത്ര നാളായി ഇവിടെ? ആക്ച്വലി 36 വർഷമായി. 36 വർഷം. 36 വർഷമായിട്ട് ആ ഒരു ടേസ്റ്റ് കാത്തു സൂക്ഷിക്കുന്ന രാധാമ്മയാണ് അല്ലെ? അപ്പൊ ഇവിടുത്തെ തിരക്കുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. കുറേശ്ശെ ഇങ്ങനെ ശരിയായി ഇങ്ങനെ നമ്മൾ പാചകം ചെയ്തുകൊണ്ടിരിക്കുന്നു. ആണല്ലേ? അപ്പൊ എല്ലാം ശരിയായി വരുമ്പോൾ ഒരു 11 മണിയാവും. ഏറ്റവും കൂടുതൽ ഇവിടെ ഡിമാൻഡ് ഉള്ളത് ഏത് കറിക്കാ? താറാവ് കറിക്കാണ്. താറാവും മീൻ പൊള്ളിച്ചത്. ഏറ്റവും എരിവ് കൂടിയ കറി ഏതാ? ഏറ്റവും എരിവ് കൂടുതൽ മീൻ കറിക്കാണ്. മീൻ കറിക്ക് ഏറ്റവും എരിവുള്ള കറി കേരയുടെ പീസ് നല്ല എരിവോട് കൂടി തന്നെ കറിയാക്കും. പിന്നെ ചിക്കൻ എരിവുണ്ടാവും. ചെമ്മീൻ എരിവിട്ടാണ് ശരിയാക്കുന്നത്. പിന്നെ ഞണ്ട്, പിന്നെ കൂന്തല്, ഇത്രയും കൂട്ടം നല്ല എരിവിലെടുക്കും. ഇതിന്റെ കൂട്ടും ഈ പറഞ്ഞതുപോലെ തന്നെ രാവിലെ ഇവിടെ വന്നിട്ടൊക്കെയാണ് ഞങ്ങൾ വന്നിട്ടാ തുടങ്ങണം. എല്ലാ പണിയും ഞങ്ങൾ വന്നിട്ട് ശേഷം തുടങ്ങണം. ഫ്രഷ് ആയിട്ട് അടിപൊളിയായിട്ട് ഫ്രഷ് ആയിട്ട് പുതിയ സാധനം തന്നെ ശരിയാക്കി കൊടുക്കും. എനിക്ക് ആ തലക്കറിയുടെ റെസിപ്പി അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു തരും. അതെങ്ങനെ നമ്മൾ മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടി ഇങ്ങനെ എണ്ണയ്ക്കകത്ത് വരട്ടിയിട്ട് സവാളയും വരട്ടി എണ്ണയിലിട്ട്, എന്നിട്ട് അതിനകത്ത് ചേർത്തിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ച് സമം പറ്റുമ്പോഴത്തേക്ക് അതിനകത്തോട്ട് തല പെറുക്കി വെച്ച് തിളപ്പിക്കും. അപ്പൊ നല്ല ശരിക്കുമുള്ള എരിവുള്ള കറിയാവും. പിന്നെ എരിവ് കുറവുള്ള കറികളാണ്. താറാവിന് എരിവ് വേണ്ട. കുരുമുളക് ഞങ്ങൾ ചേർക്കണേ. കുരുമുളകും പച്ചമുളകുമാണ് താറാവിന്റെ പരിപാടി. അതെങ്ങനെയാണെന്ന് പറഞ്ഞു തരും. ഇങ്ങനെ സവാള എണ്ണക്കകത്തിട്ട് വാട്ടിയിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് അതിനകത്ത് താറാവ് മസാല, കുരുമുളക്, പച്ചമുളക് ഇതെല്ലാം കൂടെ ഇട്ട് ഇളക്കി കൂട്ടി അവിടെ വയ്ക്കും. തിളച്ച് ശരിയായി വരുമ്പോ കറിയായി. തേങ്ങാപ്പാൽ മാത്രമേ ചേർക്കുള്ളൂ. പറഞ്ഞത് കേട്ടിട്ട് ഇപ്പൊ അങ്ങോട്ട് എടുത്ത് കഴിക്കാൻ തോന്നുന്നുണ്ട്. ശരിയാക്കി ഇറക്കി വെച്ചിട്ടുണ്ട്. എല്ലാം കൂടി കണ്ടിട്ട് എനിക്ക് ഏത് ചൂസ് ചെയ്യണം എന്നുള്ള കൺഫ്യൂഷനിലാണ്. അപ്പം ഇവിടുത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള താറാവ് കറിയാണ്. അത് രണ്ടും ആദ്യം എടുത്ത് തട്ടാം എന്നുള്ളതാണ് എന്റെ പ്ലാൻ. ഒരു ചെറിയൊരു അപ്പത്തിൽ ഇങ്ങനെ എടുത്ത് പൊതിഞ്ഞെടുത്തിട്ട് അമ്മച്ചി സുള്ളിടേണ്ടി വരുന്നാണ് എനിക്ക് തോന്നുന്നത്. രാധാമ്മ ജയിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ട്, അടിപൊളിയായിട്ടുണ്ട്. എന്റെ പൊന്നു മക്കളെ, ഒന്നും പറയാനില്ല. ഈ വയറും നിറഞ്ഞു മനസ്സും നിറഞ്ഞു എന്ന് പറയില്ലേ, ആ അവസ്ഥയിലാണ് നിൽക്കുന്നത്. കണ്ടില്ലേ? എനിവേ, ഞാൻ എന്താണെങ്കിലും എന്താ ഇവിടെ വന്നിട്ട് നല്ല ഫുഡൊക്കെ കഴിച്ച് സെറ്റ് ആയിരിക്കുകയാണ്. ഈ മുന്ന വിചാരം എന്ന് പണ്ടുള്ളവർ പറഞ്ഞിട്ടുള്ള വെറുതെ അല്ല. ഫുഡിന്റെ കാര്യത്തിൽ എങ്ങനെയാണെങ്കിലും നമ്മൾ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. എല്ലാവരും ഒരേപോലെയൊക്കെ തന്നെ ആയിരിക്കും എന്നൊക്കെയാണ് എന്റെ പ്രതീക്ഷ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വന്ന് ഇവിടെ വന്ന് ഫുഡൊക്കെ തട്ടിയിട്ട് പോകാൻ നല്ല ടേസ്റ്റി ഫുഡാണ്. അപ്പൊ ഇതുപോലത്തെ വീഡിയോസ് ഇനിയും കാണാനായിട്ട്, ഈ എന്നെ ഫോളോ മീൽ കാണാനായിട്ട് നമ്മുടെ മിർച്ചിയുടെ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ആൻഡ് നമ്മുടെ Instagram ID മിർച്ചി മലയാളം ഫോളോ ചെയ്യുക. ഇനി എന്നെ ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ മിർച്ചി ചൈതു ഫോളോ ചെയ്യുക. മൊത്തം ഫോളോ ചെയ്യാൻ പറഞ്ഞ് കേട്ട് മടുത്തിട്ടുണ്ടാവും. എനിവേ, അപ്പൊ ഇനി കാണാം. ടാറ്റ ബൈ ബൈ. എല്ലാം പറഞ്ഞതുപോലെ സെറ്റ് മിസ്സാ.